നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിങ്ങളോട് ദേഷ്യമൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും ഈ വ്യക്തിയുടെ ഹൃദയം നിറയെ നിങ്ങളാണ്. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. ഇന്നത്തെ വായനയിൽ നമുക്ക് സൂക്ഷ്മമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള പ്രണയമാണ്. പാഷനേറ്റ് ആയിട്ടുള്ള പ്രണയം എന്ന് പറയുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത്രയും മനോഹരമായിട്ടാണ് നിങ്ങളെ ഈ വ്യക്തി മനസ്സിൽ കാണുന്നത്. നിങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകളും അതുപോലെ നിങ്ങളെക്കുറിച്ചിട്ടുള്ള ആഗ്രഹങ്ങളും എല്ലാം തന്നെ വളരെ പോസിറ്റീവായി തന്നെയാണ് ഈ പേഴ്സൺ നോക്കിക്കാണുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ ഏറ്റവും കൂടുതൽ നന്മകളാണ് ഉള്ളതെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാനും അത് വളരെ നല്ല രീതിയിൽ സോൾവ് ചെയ്യാനും പറ്റുന്ന തരത്തിലേക്കാണ് ഈ വ്യക്തിക്ക് അവസരം ലഭിച്ചിട്ടുള്ളത്. അതെല്ലാം നിങ്ങളിലൂടെ മാത്രമാണെന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള ആശയക്കുഴപ്പത്തിൽ നിന്നും പുറത്തേക്ക് വരുവാൻ വേണ്ടി നിങ്ങളുടെ സാന്നിധ്യം വേണ്ടി വന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ വ്യക്തിയുടെ ഹൃദയം എന്ന് പറയുന്നത് അത്രയും വേദനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പുഷ്പം എന്ന് പറയുന്നത് പോലെ, ഒരു റോസാപ്പൂ പുഷ്പം എന്ന് പറയുന്നത് പോലെയുള്ള ഒരു മനസ്സാണ് ഈ വ്യക്തിക്കുള്ളത്. ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള ആത്മീയപരമായിട്ടുള്ള അവസ്ഥകൾ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലും നിൽക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ആത്മീയപരമായ യാത്രയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സമാധാനപരമായിട്ടും എല്ലാത്തിനെയും വളരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഏതൊക്കെയോ സാഹചര്യത്തിൽ എവിടേക്കോ വെച്ച് വളരെയധികം താഴ്മയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി നിങ്ങളുമായി ഒന്നിച്ചു ചേർന്നതും കണ്ടുമുട്ടിയതും എല്ലാം തന്നെ ഒരു വിധിയാണെന്ന് വിശ്വസിക്കുന്നു. ഈ വ്യക്തിയുടെ ഡെസ്റ്റിനേഷനിൽ നിങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ വ്യക്തി കണ്ണടച്ച് വിശ്വസിക്കുന്നത്. ആ വിശ്വാസം സത്യമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ പുറത്തേക്ക് വരണം എന്നുള്ളതിനെ കുറിച്ച് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭാവിയിലേക്കുള്ള നല്ല നല്ല മാറ്റങ്ങൾക്ക് വേണ്ടി ഇപ്പോഴേ പലതരത്തിലുള്ള തയ്യാറെടുപ്പുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ഏറ്റവും നന്നായി വന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ദേഷ്യപ്പെടുന്ന സ്വഭാവമാണ്. അതിൽ നിന്നുമുള്ള മാറ്റമാണ്. ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള ദേഷ്യപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ഉണ്ടായതുകൊണ്ട് തന്നെ നിങ്ങളെ അത്രയും അധികം വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. ഈ വ്യക്തി പല കാര്യങ്ങളും തിരിച്ചറിയാൻ വൈകിപ്പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതുകൊണ്ട് തന്നെ ഒരു മാലിന്യം പോലെ കിടക്കുന്ന ഒരു സ്വഭാവമായിരുന്നു വളരെയധികം ദേഷ്യപ്പെടുക എന്നുള്ളത്. അത്തരം മാലിന്യങ്ങളും എല്ലാം തന്നെ കഴുകി നീക്കിക്കൊണ്ട് വളരെ പരിശുദ്ധമായി നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത്. ഈ വ്യക്തിയുടെ ഹൃദയത്തിലെ മുറിവുകൾ നിങ്ങൾക്ക് പല രീതിയിലും പ്രവൃത്തിയിലൂടെയും വാക്കുകളിലൂടെയും ഒക്കെ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അത് വളരെ മനോഹരമായിട്ടും വളരെയധികം പോസിറ്റീവായിട്ടുമാണ് ഈ പേഴ്സൺ കണക്കാക്കുന്നത്. ഈ വ്യക്തി ഒരുപക്ഷെ നിങ്ങളില്ലായിരുന്നെങ്കിൽ ചില സാഹചര്യങ്ങളിലൊക്കെ അത്രയും അധികം മോശപ്പെട്ട രീതിയിലേക്ക് പോയാനേ എന്നുള്ളത് ഈ വ്യക്തിക്ക് ഉറപ്പിച്ചു പറയാനായിട്ട് സാധിക്കും. അത്രമാത്രം മാനസിക വിഷമങ്ങളിലൂടെയും തകർച്ചയിലൂടെയും തന്നെയാണ് ഈ പേഴ്സൺ പോയിരുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രണയം എന്ന് പറയുന്നത് പിടിച്ചു വാങ്ങാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഈ പേഴ്സൺ വരുന്നുണ്ട്. ഹൃദയവേദനകളും മാനസികപരമായിട്ടുള്ള പിരിമുറുക്കങ്ങളെല്ലാം തന്നെ തൻ്റെ വാശിപ്പുറത്ത് എല്ലാം വേണം, തൻ്റെ കാര്യസാധ്യത്തിനെല്ലാം വേണം എന്നുള്ള ചിന്താഗതി മുറുക്കെ പിടിച്ചു നടക്കുന്നത് കൊണ്ടാണ് ഇത്തരം തടസ്സങ്ങൾ തൻ്റെ വളർച്ചയിൽ വന്നു ചേരുന്നത് എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരം തടസ്സങ്ങളെല്ലാം മാറ്റിമറിക്കാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടും വളരെയധികം മറ്റുള്ളവരുടെ അടുത്ത് നിന്നും ഒരുപാട് പാഠങ്ങൾ പഠിക്കുകയും മര്യാദ എന്താണെന്ന് തിരിച്ചറിയുകയും
ഒക്കെ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വന്നാൽ മാത്രമേ, ഒരു പച്ച മനുഷ്യനായി തീർന്നാൽ മാത്രമേ തനിക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു. നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ പല സാഹചര്യത്തിൽ സമാധാനം എന്താണെന്ന് നിങ്ങൾ അറിയുവാറില്ല. കാരണം ഈ വ്യക്തിയുടെ എടുത്തുചാട്ടവും വളരെ കാര്യങ്ങളെ വളരെ പെട്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുമാണ് ഈ വ്യക്തി പെരുമാറാറുള്ളത്. ആ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ സ്വസ്ഥമായിട്ടും സമാധാനപരമായിട്ടും മനസ്സിലാക്കുവാനോ അതെന്താണ് എന്ന് നോക്കുവാൻ പോലും പലപ്പോഴും തയ്യാറാവാറില്ല. ആ ഒരു സ്വഭാവ പ്രകൃതം ഉള്ളത് കൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള എടുത്തുചാട്ടത്തിൽ പോയി ചാടുകയും പെട്ടെന്ന് നിസാര കാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവ പ്രകൃതമായിട്ടാണ് കാണപ്പെടുന്നത്. വാശിയേറിയ പോരാട്ടത്തിന് മുന്നിൽ പലതരത്തിലുള്ള എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ എടുക്കുക, ഇതൊക്കെയാണ് ഈ പേഴ്സൺ ചെയ്യുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോകാൻ ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വരുന്ന കാലഘട്ടത്തിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്നും വരുമെന്നും ഈ വ്യക്തി വിശ്വസിക്കുന്നു. ദേഷ്യപ്പെട്ട് സമാധാനപരമല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയാൽ തനിക്കൊന്നും നേടിയെടുക്കാൻ സാധിക്കുകയില്ല എന്ന് ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള തെറ്റുകളെ കുറിച്ച് ഈ വ്യക്തി ക്ഷമ ചോദിക്കുകയാണ്. ആ ക്ഷമയിലൂടെ വീണ്ടും കൂട്ടിയോജിപ്പിക്കാനും ഈ പ്രണയബന്ധം പുതിയ തുടക്കം കൊണ്ടുവരാനും ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു. നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അതൊരു ടോക്സിക് ആയിട്ടുള്ള സ്വഭാവമാണെങ്കിൽ പോലും അത് തിരിച്ചറിയാനുള്ള കഴിവ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ നല്ലൊരു മനുഷ്യനായി മുന്നോട്ട് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ വ്യക്തിക്ക് വളരെ നന്നായി സമാധാനപരമായ രീതിയിലുള്ള ഒരു ജീവിതം വേണമെന്നാണ് ഇപ്പോഴുള്ള ഈ വ്യക്തിയുടെ മാനിഫെസ്റ്റേഷൻ. ആ മാനിഫെസ്റ്റേഷൻ എത്രയും പെട്ടെന്ന് സഫലമാക്കുവാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടിലാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ ഹൃദയം വേദനിക്കുമ്പോൾ പോലും നിങ്ങളുമായൊരു മനോഹരമായ സുന്ദര നിമിഷങ്ങൾ പടുത്തുയർത്താമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ പലപ്പോഴും ഈ വ്യക്തി ഇടറി വീണിട്ടുണ്ട്. പലതരത്തിലും ഈ വ്യക്തിയുടെ സ്വന്തം കാര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയാതെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും അതൊക്കെ സാഹചര്യം കൊണ്ടാണെന്ന് മാത്രമാണ് ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇനി അത്തരം സാഹചര്യങ്ങൾ വരികയില്ല എന്നും സാഹചര്യങ്ങൾക്ക് മുന്നിൽ ഒരിക്കലും മുട്ടുകുത്തുകയില്ല എന്നും അടിയറവ് വെക്കാൻ താൻ ഇനി തയ്യാറല്ല എന്നും തന്റെ തീരുമാനം എന്താണോ അതുമായി മുന്നോട്ട് പോകാനാണ് ആഗ്രഹമെന്നും പറയുന്ന രീതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിസാര കാര്യങ്ങൾക്ക് ഒരിക്കലും തലകുനിച്ച് നിൽക്കില്ല എന്നും നട്ടലുയർത്തി തന്നെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരും എന്നുള്ള തിരിച്ചറിവിലേക്കും താല്പര്യത്തിലുമാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ കാണാൻ കഴിയുന്നത്. നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടുക, പ്രണയബന്ധത്തിലാവുക, മുന്നോട്ട് പോവുക, പരസ്പരം ഇമോഷൻസ് എല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക, ഇതെല്ലാം തന്നെ വേണ്ടിയ കാര്യങ്ങളായിരുന്നുവെന്നും ഇതെല്ലാം വേണ്ട കാര്യങ്ങളാണ് എന്നും ഇതെല്ലാം നടക്കേണ്ട കാര്യങ്ങളായിരുന്നുവെന്നും ഈ വ്യക്തി മനസ്സിലാക്കുകയാണ്. ഇതാരൊക്കെ നല്ല രീതിയിൽ തടസ്സം വെച്ചാലും ആരൊക്കെ എതിർത്താലും നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടി ഒരുമിച്ച് ജീവിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഉറപ്പും കൂടിയാണ് പ്രപഞ്ചശക്തി ഈ വായനയിലൂടെ നിങ്ങൾക്ക് തരുന്നത്. എന്തായാലും വായന എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്നും സന്തോഷം നൽകിയെന്നും വിശ്വസിക്കുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹൈപ്പ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.